ഇനി ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ താഴ്ന്ന് ഈ പോർഷനിൽ ഇങ്ങനെ പിന്നീക്ക് ഇതാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതേപോലെ തന്നെ താഴ്ന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ എന്തിലാണോ ചെയ്യുന്നത് ആ ഒരു ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ സെയിം കട്ട് ചെയ്ത് വെച്ചത് ഇതേപോലെ തന്നെ രണ്ട് ഭാഗമല്ല വലുതാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ. ഞാൻ ഇപ്പോൾ ഉള്ളത് വെച്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഈ പോർഷനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റ് പേപ്പേഴ്സും ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. അങ്ങനെ നമുക്ക് എത്രത്തോളം ലെയർ വേണോ അത്ര ലെയറോളം നമ്മൾ എത്ര ലെയറാണോ വേണ്ടത് അത്രയും ലെയർ നമ്മൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തതിൽ ഈ ബാലൻസ് വരുന്ന പോർഷന് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് അത് ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് രണ്ട് ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഫിക്സ് ചെയ്യണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് കെട്ടി കൊടുക്കുക. അങ്ങനെ കെട്ടി കൊടുത്താൽ റിബൺ വെച്ച് കെട്ടി കൊടുത്താൽ ഒക്കെ റെഡിയാവും. ഇതിപ്പോൾ ചെറിയ മിനി സൈസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് നിങ്ങൾ വലിയ സൈസസ്. ഇപ്പോൾ നമ്മൾ വലിയ പോക്കറ്റ് ഷീറ്റാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ മിനിയാണ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിനി വെച്ചിട്ട് ചെയ്ത് ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്തതാണ്. ഒരു പേപ്പറും ഒരു ഫ്ലവറും വെച്ച് ചെയ്തതാണ്. വേറെ ഇതിന് കംപ്ലീറ്റ് എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഉള്ളത് വെച്ച് ചെയ്തതാണ്. അപ്പം ഇതിൽ ഓരോ ലെയർ ഇതാക്കുമ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം ലാസ്റ്റ് വരുമ്പോൾ ഇതെല്ലാതും കൂടിയിട്ട് ഇതാക്കാം. റബ്ബർ ബാൻഡ് വെച്ചിട്ട് തന്നെ കെട്ടിയതിന് ശേഷം അതിൻ്റെ മേലെ റിബൺ കെട്ടി കൊടുക്കുക. ഇങ്ങനെയാണ് ഒക്കെ ചെയ്യുക. ഇനിയിപ്പോൾ 4 ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ വലിപ്പം കൂടും. അപ്പോൾ ഫ്ലവറിൻ്റെ ഇത് 4 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നെങ്കിൽ നിങ്ങളതിൽ സ്പോഞ്ച്, ഇപ്പോൾ കിറ്റ് വാങ്ങിച്ചവരാണെങ്കിൽ സ്പോഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ തെർമോക്കോളിമേ ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് സൈസിൽ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണേ. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.